السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. സുമനസ്സുകളായ സതീർത്ഥരെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മുന്നേറ്റ പ്രയാണത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു അധ്യായമാണ് ഉഹദ്. മദീനയുടെ സമീപ പ്രദേശമായ ഉഹദ് മല ഇസ്ലാമിക ചരിത്രത്തിൽ ഇടപെടുകയാണ്. 700ഓളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷം 3000ഓളം വരുന്ന ശത്രുപക്ഷത്തെ നേരിടുന്ന വലിയൊരു രംഗമാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. ഹരികരാം സുബൈറോട് നബിയേകി ഖാലിദ് ഇബ്നു വലീദണ്ടോർ നിലാതൂക്കം നിലഫാനെ അത് പഠിച്ചെന്നിട്ടവരുടൻ മുന്നിൽ ഉരത്താരേ. ഹരികൂഫിറുകളിൽ ചില തലവരെ പരികളെ നെറുനീറിനിലത്തോളറുകളായി താലേ നിലവൊടിയോത്തളമിൽ നിറുത്തി നബിയാരേ. തന്ത്രജ്ഞാനിയായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം സൈന്യത്തെ അണിയൊപ്പിച്ച് നിർത്തുകയാണ്. മറുപക്ഷത്ത് ഖാലിദ് ഇബ്നു വലീദ് സർവായുധ വിഭൂഷിതനായി നിൽക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ധർമ്മധ്വജം സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഉഹദിലെ ജബലുർ റുമാത്ത്, അവിടെ 50 സ്വഹാബത്തിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്തിയിട്ടുണ്ട്. അവരോട് ചില കാര്യങ്ങൾ മുത്തുനബിക്ക് പറയാനുണ്ട്. ഉരത്താർ നബി ത്വാഹ ഗനീമത്തിനാ ഒരു മിത്തമൈ കൂട്ടും നുമൈ കണ്ടാലും വരണ്ടായിലേ നാലി ഇവിടെ വിട്ട് വരുവാനിനെക്കുന്ന ദയത്തല്ലാതെ പൊരുതുന്നിതാ നമ്മൾ കുലക്കപ്പെട്ട് പോകുന്നതിയുന്ത നളർന്നാലും ഉരമേ ഭവനം വിട്ടിളകിടണ്ട ഉദക്കം നമുക്കുകൾ ചെയ്യുക വേണ്ട. ഓ സഹാബ, നിങ്ങൾ യുദ്ധകളത്തിൽ വരേണ്ടതില്ല. ഞങ്ങൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ സഹായിക്കേണ്ടതില്ല. ഇനി യുദ്ധം വിജയിച്ച് ഞങ്ങൾ അവിടെ ഒനീമത്ത് ഒരുമിച്ച് കൂട്ടുകയാണ്. എങ്കിലും നിങ്ങൾ വരേണ്ടതില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പടയിട്ടാർ മുതലെടുക്കുന്നേ ശുവലകപ്പെട്ടേ തിരകളവിലെ പകലിട്ടോർ മുന്ന മലകിട്ടേ ഏറ്റവും അകതുറ്റാക്കിയ സഹമുക്ക അടലി പാക്കവർ അബ്ദുല്ലാഹി ബിൻ സുബൈറണ്ടോരിലും അവകളും അവിടെ ഭൂഷണമരിമത്തിൽ കളതവരെ പോൽ നമുക്കെടുത്തിടാ. ശക്തമായ പോരാട്ടത്തിൽ ശത്രുക്കൾ കളം വിട്ടോടി. മുത്തുനബിയും സഹാബത്തും ഗനീമത്ത് ശേഖരണം തുടങ്ങി. ഇത് കണ്ട് ചില ആളുകൾ മരവിട്ടിറങ്ങി. യുദ്ധം വിജയിച്ചില്ലേ, ഇനി എന്തിന് നാം ഇവിടെ നിൽക്കണം? എന്നാൽ ജുബൈർ തങ്ങളും 10 സഹാബത്തും അവിടെ നിന്ന് അനങ്ങിയില്ല. കാരണം മുത്തുനബി നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഈ രംഗം കണ്ട ഇക്രിമത്തും സംഘവും മലമുകളിലേക്ക് ഇരച്ചു കയറി അവർ സഹാബത്തിനെ കൊലപ്പെടുത്തുകയാണ്. ഈ രംഗം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കണ്ട സമയത്ത് അപ്പോൾ ബന്ധടുത്തതായി ഇബ്ലീസതു അല്ലാഹ് സ്വാഹ ആഴമായി വീളിത്ത് ചൊല്ലി യാ ഇബാദല്ലാഹ് ജിഫമായി വാഴി പുറത്ത് കൂടി നീരല്ല സാരേദിത്ത് കാത്ത് നിന്ദ കോൾമി കേണ്ടവർ ചൊല്ല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആർത്തട്ട് വിളിച്ചു പറയുകയാണ്, ഓ ദൈവത്തിന്റെ അടിയാറുകളെ, മലമുകളിലേക്ക് കടന്നു വരൂ. ഓടിപ്പോയ കുഫാറിനെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വിളിച്ചു വരുത്തിയത്. ഈ സമയം അവിടുത്തെ അവസ്ഥകൾ ആകെ മാറി മറിയുകയാണ്. വീണ്ടും മറ്റൊരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് അവിടം. അടലിയതിപ്പള്ളേറിയ സിദ്ധ തുടയരിശപ്പോൾ ചെയ്തരി ഹംസ കുലവിട്ടിടയതിമതമുറ്റിയ മഹസുജോര
കുഫർ ഖുറൈശികളിൽ അകൃതജികത്തകൾ ഒരു പതുമുറ്റിയ 20 പേരാ കൊടുമയതിപ്പോൾ വളർ സൊഫിൻ ഇളപെടപെട്ടൽ ചൂരിതമുറ്റി മലമതമെപ്പോൾ തിരിയതമെത്ത ഇസുമസിവാ അവനുര സ്വഹബി അറബിലിരിക്കണ ഇവിടമിലിൽക്കുമനുമകളിലാരാ നിണം കലർന്നു ഉഹദിന്റെ മണൽത്തരികളിൽ ചേരിപ്പായുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. 31ഓളം ശത്രു ജീവനുകളെ അരിഞ്ഞു വീഴ്ത്തി പ്രകമ്പനം കൊള്ളുകയാണ്. അതാ കളകരുടെ സൊഫിൽ നിന്നും ഒരു മല്ലൻ, അതെ സിബായിയ. ഞാൻ അബ്ദുൽ അസീസിന്റെ മോന, ആരാടാ എന്നോട് കുഫുവത്തുള്ളത്? ഇത് ഹംസ റളിയല്ലാഹു അൻഹു കേൾക്കേണ്ട താമസം വെറുതെ വിടുമോ? ഇല്ല, ഒരിക്കലുമില്ല. എടാ, നീ വലിയ ഭംഗിച്ചൊന്നും പറയണ്ട. നീ ആ അത്താച്ചി പെണ്ണിന്റെ മോനല്ലേടാ? കുടുംബ മഹിമയും വലിപ്പത്തരവും ഒന്നും പറയാതെ പോരടിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വാടാ. ഇതും പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു ഒരു ചുവടങ്ങ് വെച്ചു കൊടുത്തു. അതെ, സിബായിയെ രണഭൂമിയിൽ വെട്ടിപ്പിളർത്തി ഉഹദ് ഭൂമി വീണ്ടും ചെഞ്ചായം അണിയുകയാണ്. സിബായിയുടെ പടക്കുപ്പായം ഊരിയെടുക്കാനായി കുനിഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ തക്കം പാർത്തിരിക്കുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ആരണയാൾ? തരം എണ്ടിട്ടുരച്ചവൻ വീരുത്താനേ ചിറകട പാകുത്താലേ ഭക്ഷിയുമാടുത്താനേ സമയത്തിൽ പുലി ഹംസ ഇടൈന്തോരാ പടുകൊടു തളർന്നോരാ മുഴുവിലെ നാലൈന്തോരാ പരിശീ കണ്ടവൻ പമ്പിൽ ആനന്ദാനേ മിലിമിയമേറിന്താനേ അവരുടെ പൂരം താനേ പടകേ കയ്യിൽ മയ്യിൽ മാറിന്താലേ അജപ്പിതിൽ വേടുന്താലേ വലിയതിൽ വീടുന്താലേ. തക്കം പാർത്തിരുന്ന വഹ്ഷി ആളുകളെയൊക്കെ വകഞ്ഞു മാറ്റി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഘോരമായ യുദ്ധം ചെയ്ത് തളർന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന് പുറത്തേക്ക് ക്രൂരത കൊണ്ട് മൂർച്ചപ്പെടുത്തിയ ആ ചാട്ടുളി ഉതിർത്ത് വിടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തുകൂടെ തളച്ചു കയറി വയറിന്റെ ഭാഗത്ത് തള്ളി നിൽക്കുകയാണ് ആ ചാട്ടുളി. ഇല്ല, വേദന സഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖദാ സംഭവിക്കുകയാണ്. ഉഹദ് ഭൂമി പ്രകമ്പനം കൊണ്ടു. ആ തിരുശരീരം പിടച്ച് പിടിച്ച് ചുടുമണലിൽ നിന്ന് പിരിയുകയാണ്. രക്തം ധാരധാരയായി ഒഴുകുകയാണ്. ആ ധീരയോദ്ധാവ് ദീനിനു വേണ്ടി അടരാടിയ രുണശൂരർ താങ്ങാനാവാത്ത മരണവേദനയിൽ തൻ്റെ ശരീരം ആ മണലിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ്. മുസ്ലിം സൈന്യം ഒന്നടങ്കം അമർത്തിക്കരയുകയാണ്. കണ്ണീരിൽ കുതിർന്നു നിൽക്കുമ്പോൾ അതാ ഹിന്ദ് കയറി വരികയാണ്. ആ കരൾ കടിച്ചു കീറുകയാണ്. പ്രിയരെ, ഈ ഹിന്ദും വഹ്ഷിയുമെല്ലാം ആ തിരുപറക്കത്ത് കൊണ്ട് ഇസ്ലാം പുൽകിയവരാണ്. അവരെ ഇസ്ലാമിനെ നമുക്ക് പുൽകി തന്നവരാണ്. നാഥൻ അവരുടെ ഫളല് കൊണ്ട് നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന ചേർത്ത് വെച്ച് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.